പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനലിലൂടെ ഞങ്ങൾ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ചാനൽ കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവവചനം ശ്രമിച്ച് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിന് സമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ തുടർന്നുമുള്ള ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ നിങ്ങളോട് സഹകരിക്കുക. എവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണവും സഭയും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം. അബ്രഹാമും അബീമേലെക്കും. അബ്രഹാം അവിടെ നിന്ന് നെഗെബ് പ്രദേശത്തേക്ക് തിരിച്ചു. കാദേശിനും ശൂറിനും ഇടയ്ക്ക് അവൻ വാസമർപ്പിച്ചു. അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു. തന്റെ ഭാര്യ സാറയെ കുറിച്ച് അവൾ എന്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. ഗരാറിലെ രാജാവായ അബീമേലെക്ക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബീമേലെക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു. കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അബീമേലെക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവേ, നിരപരാധനെ അങ്ങ് വധിക്കുമോ? അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എന്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു. നിർമ്മല ഹൃദയത്തോടെ കറയറ്റ കൈകളോടും കൂടിയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ട് ആണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. അവൻ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ ജീവിക്കുകയും ചെയ്യും. എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക. അബീമേലെക്ക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവൾ വളരെ ഭയപ്പെട്ടു. അനന്തരം അബീമേലെക്ക് അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു, എന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വെച്ചത്? ചെയ്യാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത്. അബീമേലെക്ക് അബ്രഹാത്തോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അബ്രഹാം മറുപടി പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു. മാത്രമല്ല, വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ്, എന്റെ പിതാവിന്റെ മകൾ. പക്ഷേ എന്റെ മാതാവിന്റെ മകളല്ല. അവൾ എനിക്ക് ഭാര്യയാവുകയും ചെയ്തു. പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം. നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണ് എന്ന് എന്നെ കുറിച്ച് നീ പറയണം. അപ്പോൾ അബീമേലെക്ക് അബ്രഹാത്തിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു. ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ എന്റെ രാജ്യം, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പാർക്കാം. സാറായോട് അവൻ പറഞ്ഞു, നിന്റെ സഹോദരന് ഞാനിതാ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും.
എല്ലാവരുടെയും മുമ്പിൽ നീ നിർദോഷിയാണ്. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബീമേലെക്കിനോട് ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു. കാരണം അബ്രഹാമിന്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് അബീമേലെക്കിന്റെ അന്തഃപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു. നമ്മുടെ കർത്താവ്